നമസ്കാരം. സുനിത കുക്ക് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു മീൻ അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇതാ ഒരു കടായി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 വലിയ ചൂരയായിരുന്നു കേട്ടോ. അത് ഞാൻ മുള്ളും ഒക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഒരല്പം മുളക് പൊടിയും കൂടെ തേച്ച് ഒരു 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു കടായിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടത് ചൂടായി വന്നപ്പോഴത്തേക്ക് ഈ മീൻ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മീൻ കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതൊന്ന് മെല്ലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്ത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ആദ്യം വിട്ടത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് ഇതിങ്ങ് കോരിയെടുക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മീനച്ചാറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു ബാച്ചും കൂടെ ഞാൻ ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് 3 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാനിത് നുറുക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കണം. ഇതടുത്ത് ഒരു ബാച്ചും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ചൂര മീനാകുമ്പോഴത്തേങ്ങനെ പൊട്ടിപ്പോവുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു കടായി വെച്ചിട്ട് നമ്മളതിലേക്ക് ഞാനിതാ എള്ളെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, നല്ലെണ്ണ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നു. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തു നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഒരു നല്ല 2 പിടി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഫ്രൈ ആയി നല്ല നമ്മളെന്താ മീനൊക്കെ ഫ്രൈ ചെയ്തുമ്പോൾ അങ്ങനെ ആയില്ലേനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ട് വാടി ഫ്രൈ ആയി വരണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ കേടാകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ ആ ഒരു ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഒരു 4-5 പച്ചമുളകാണ് കേട്ടോ. പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഈ മീനച്ചാറിലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 3.5 ടേബിൾ സ്പൂണാണ് കേട്ടോ ഇത് മുളക് പൊടി. 3.5 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുള്ള മുളക് പൊടിയാണ്. മീൻ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തു. നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നല്ലോണം ഫ്രൈ ആയി വരണം. പിന്നെ സ്വല്പം കായപ്പൊടി, ഒരു നുള്ള് ഉലുവപ്പൊടി ഇത്രയോടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഒരു 1/2 ഗ്ലാസോളം വിനാഗിരി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി എല്ലാം കൂടെ അങ്ങ് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഉപ്പ് പുരട്ടിയാണ് മീൻ വെച്ചിട്ടുള്ളത് എങ്കിലും ഈ മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീനിങ് ചേർത്ത് കൊടുക്കണം.
എല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് കൂട്ടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ഞാനിതിൽ എല്ലാം കഴിഞ്ഞ് റെഡിയായി. അപ്പോൾ കുറച്ച് നല്ല ഡ്രൈ ആയിട്ടാണ് അവിടെ ഇരുന്നിട്ടുള്ളത്. അപ്പം ഞാൻ അല്പം വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഒരുപാട് നാൾ അങ്ങനെ വെച്ചേക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട, ഇതുപോലെ ഇരുന്നാൽ മതി. ഇതിപ്പം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഗ്രേവി ആയിട്ട് ഇരിപ്പുണ്ടല്ലോ. അപ്പം അതേ നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.